നമ്മുടെ തൃശ്ശൂർ വടക്കുനാഥ ക്ഷേത്രത്തിലെ ആനയൂട്ട് പുരോഗമിക്കുകയാണ്. അഷ്ടദ്രവ്യ ഗണപതി ഹോമത്തോടു കൂടിയാണ് ഈ ചടങ്ങുകളൊക്കെ ആരംഭിച്ചത്. 66 ആനകളാണ് ആനയൂട്ടിൽ പങ്കെടുക്കുന്നത്. ഇത്തവണ 8 പിടിയാനകളും ഗുരുവായൂർ ദേവസ്വത്തിൽ നിന്നുള്ള 7 ആനകളുമാണ് പങ്കെടുക്കുന്നത്. രമ്യാദാസ് ഉണ്ട്. രമ്യ, ചടങ്ങുകളൊക്കെ പുരോഗമിക്കുന്നു അല്ലേ? തീർച്ചയായും സേതു, ചടങ്ങുകളെല്ലാം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അഷ്ടദ്രവ്യ ഗണപതി ഹോമത്തോടെ തുടങ്ങിയ ചടങ്ങുകൾക്ക് ഇപ്പോൾ ഗജപൂജയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ഈ കോവിഡ് പ്രശ്നങ്ങൾ കൊണ്ട് കോവിഡ് മാനദണ്ഡങ്ങൾ നിലനിന്ന വലിയ തോതിൽ തന്നെ ഈ ഗജപൂജ നടത്താൻ സാധിച്ചിരുന്നില്ല. ഈ 4 വർഷത്തിലൊരിക്കലാണ് ഈ ഗജപൂജ ഇവിടെ നടക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ 8 വർഷമായി ഇത് മുടങ്ങിയിരിക്കുകയായിരുന്നു. കഴിഞ്ഞ വർഷം ഏകദേശം ഒരു 2021 ഒരു 15 ആനകളെ വെച്ച് മാത്രം പേരിന് മാത്രമായിരുന്നു ഈ ഗജപൂജ നടത്തിയിരുന്നത്. എന്നാൽ ഇത്തവണ വലിയ തോതിൽ തന്നെ ഈ 66 ആനകളെയും വെച്ചുകൊണ്ടുള്ള ഗജപൂജയാണ് നടക്കുന്നത്. അപ്പൊ വെച്ചാണ് ആദ്യം ഒരു പൂജകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പൂജയുടെ കാര്യങ്ങൾ അവിടെ പുരോഗമിക്കുകയാണ്. ഈ പൂജ കഴിഞ്ഞെത്തിയ ആനകളാണ് ഇപ്പൊ നമ്മൾ ദൃശ്യങ്ങളെല്ലാം കാണുന്നത്. ഈ ആനകളെ കാണാൻ തോതിലുള്ള ജനക്കൂട്ടം തന്നെ, കാരണം അലങ്കാരങ്ങളൊന്നുമില്ലാതെ ആനയുടെ സൗന്ദര്യം നല്ല രീതിയിൽ ആസ്വദിക്കുന്ന നാടാണ്. അതുപോലെ തന്നെ വലിയ തോതിലുള്ള ആനപ്രേമികളുടെ കൂടി നാടാണ് തൃശ്ശൂര്. അതോടൊപ്പം തന്നെ ഈ ആനകളുടെ സൗന്ദര്യം ആസ്വദിക്കുക, അതിനുവേണ്ടി ആനയുടെ വലിയ തോതിലുള്ള ആരാധകരാണ് ഇപ്പൊ ക്ഷേത്രമതിൽക്കെട്ടിനകത്തുള്ളത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, വലിയ തോതിൽ തന്നെയാണ് ഈ ജനക്കൂട്ടം ഇവിടെ പിന്നിൽ ഇറങ്ങി നിൽക്കുന്നത്. എല്ലാവരും ഈ ആനകളെയും ഈ ആനകളുടെ സൗന്ദര്യം എല്ലാം ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഏകദേശം ഒരു 9:00 തന്നെ ഈ ആനയൂട്ട് ചടങ്ങുകൾ ആരംഭിക്കും. അതിനുശേഷം ഈ ഏകദേശം 66 ആനകളാണ് നേരത്തെ പങ്കെടുക്കുന്ന 66 ആനകളാണുള്ളത്. ഇതിൽ പിടിയാനകളുണ്ട്, ഗുരുവായൂർ ദേവസ്വം ബോർഡിലുള്ള 7 ആനകളുണ്ട്, 8 പിടിയാനകളാണുള്ളത്. 65 ആനകളാണ് ഈ ആനയിൽ പങ്കെടുക്കുന്നത്. ആനകളെല്ലാം ഇതുപോലെ ഗജപൂജ കഴിഞ്ഞ് ഇവിടെ നിലനിൽക്കുന്ന മനോഹരമായ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ രമ്യ, ഒരു മിനിറ്റ് രമ്യയിലേക്ക് വരാം. അത്ര നല്ല മനോഹരമായ ദൃശ്യങ്ങളാണ്. ഈ ആനകളൊക്കെ ആ പൂജ കഴിഞ്ഞ് വന്ന് നിൽക്കുന്ന, ആ നിരന്ന് നിൽക്കുന്ന കാഴ്ച, നമ്മൾ ആനച്ചന്തം എന്നൊക്കെ പറയില്ല, ആ കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറച്ച് ദൃശ്യങ്ങൾ കണ്ടതിന് ശേഷം ഞാൻ രമ്യയിലേക്ക് വരാം. വടക്കുനാഥ ക്ഷേത്രത്തിലെ ആനയൂട്ട് നടക്കുകയാണ്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഈ ഗജപൂജ കഴിഞ്ഞെത്തിയ ആനകൾ അവിടെ നിരന്ന് നിൽപ്പുണ്ട്. അവരെ കാണാനെത്തിയ ആൾക്കാരാണ്. എന്തുമാത്രം ആളുകളല്ലേ ആനയെ കാണാൻ. ഇത് പിന്നെ രമ്യ പറഞ്ഞ പോലെ 4 വർഷത്തിലൊരിക്കൽ നടക്കുന്ന ചടങ്ങാണ്. അപ്പോൾ മാത്രമല്ല ഇന്ന് സ്കൂളൊന്നുമില്ല, അവധിയാണ്. അപ്പോൾ അതുകൊണ്ട് കുട്ടികളും വീട്ടുകാർക്കും ഒക്കെ വരാനും ഈ കാഴ്ചകൾ കാണാനും പറ്റും. നല്ല തിരക്ക്, നമ്മൾ ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണതല്ലേ. അത് നല്ല തിരക്ക്, ഏറെക്കുറെ പൂർണ്ണമാണ്. ആ സ്ഥലം മുഴുവൻ തിങ്ങി നിറഞ്ഞ് ആളുകളെ കാണാൻ പറ്റുന്നുണ്ട്. രമ്യ തുടരുന്നുണ്ട് നമുക്കൊപ്പം. രമ്യ, ഇപ്പോൾ ഗജപൂജ കഴിഞ്ഞു, ഇനിയിപ്പോൾ എന്തൊക്കെയാണ് ചടങ്ങുകളുള്ളത്? ഈ ഗജപൂജ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനുശേഷമാണ് ആനയൂട്ട ചടങ്ങുകൾ നടക്കുക. ഈ നിരന്നു നിൽക്കുന്ന എല്ലാ ആനകൾക്കും നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ിലധികം അരിയുടെ ചോറാണ് വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ അതിൽ വിവിധ തരത്തിലുള്ള കൈതച്ചക്ക, അതുപോലെയുള്ള പലവർഗ്ഗങ്ങളുണ്ട്. ഇവയെല്ലാം ചേർത്തിട്ടുള്ള ആനയൂട്ടാണ് ഇതിന് ശേഷം ഒരു 9:00 കൂടി നടക്കുക. എല്ലാ ആനകൾക്കും ഇത് നൽകും. ഇതിനുശേഷം, കാരണം ഇപ്പോൾ ഈ ഒരു കർക്കിടക മാസം ഓക്കെ രമ്യ, ശരി. അപ്പൊ ഈ കർക്കിടക മാസത്തിലെ ആദ്യ പുലരിയിലാണ് ആയിരങ്ങൾ വടക്കുനാഥ ക്ഷേത്രത്തിലെത്തി ഈ ആനയൂട്ടിന് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ചടങ്ങുകൾ അവിടെ ഗജപൂജ ചടങ്ങുകൾ പുരോഗമിക്കുന്നുണ്ട്. ഇനിയാണ് ആനയൂട്ട് നടക്കുക. ഭയങ്കര വലിയ ചടങ്ങാണ്. നമ്മുടെ തൃശ്ശൂരുകാരെയൊക്കെ സംബന്ധിച്ച് അവരുടെ വലിയ ഒരു ചടങ്ങാണ് ആനയൂട്ട്. ഇത്തവണ 66 ആന, എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം 65 ആനയായിരുന്നു തോന്നുന്നു. ഇത്തവണ 66 ആനകളാണ് ഈ ആനയൂട്ടിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്.